എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ വന്നതിൽ പിന്നീടാണ് ശരിക്കും ഈ ഒരു ക്യാച്ചി ആയിട്ടുള്ള കുറേ നൃത്തങ്ങൾ, അതൊരു മിക്സഡ് ആയിട്ടുള്ള അവതരണങ്ങളെല്ലാം ഇപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളുടെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവതരണങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഒരു അവിയൽ പരുവത്തിലുള്ള അവതരണങ്ങൾക്കൊക്കെ കൂടുതലൊരു മാർക്കറ്റ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചാനലുകളെല്ലാം വന്നതിന് ശേഷമാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം ഈ നമ്മുടെ സ്റ്റൈലൈസ്ഡ് ഫോംസ് അതിൻ്റേതായ ഒരു ഇടം സ്വയം കണ്ടെത്തിക്കൊണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും വിചാരിക്കുന്നത് ഇത് ശരിക്കും ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ആ കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അതിൻ്റേതായ ഇടങ്ങളുണ്ട്. അപ്പോൾ മദ്രാസിലൊക്കെ സഭകൾ ഒരു 300 ഉണ്ടായിരുന്നിടത്ത് അത് 600 മാറി. അതുപോലെ കേരളത്തിൽ തന്നെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് നിലവിൽ വന്നു. ഭരതം, അങ്ങനെ ധമനി, ഒരുപാട് ക്ലാസിക്കൽ പെർഫോമൻസസിനുള്ള ഇടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നൃത്തം അല്ലെങ്കിൽ ഈ സ്റ്റൈലൈസ്ഡ് ഫോംസ് വളരെ ഗൗരവതരമായി വീക്ഷിക്കപ്പെടാനും അല്ലെങ്കിൽ പുതിയ പുതിയ നർത്തകർ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ നല്ല നല്ല നർത്തകരെ കൊണ്ടുവരാനും അങ്ങനെയുള്ള ആഘോഷങ്ങൾ, നൃത്ത ഫെസ്റ്റിവൽസ്, ആർട്ട് ഫെസ്റ്റിവൽസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സൂര്യ ഒരു സംസ്കാരമാണ്. യഥാർത്ഥത്തിൽ ദൂരദർശൻ നമ്മൾക്ക് ചെയ്ത ഉപകാരമാണ് സൂര്യ തിരുവനന്തപുരം നിവാസികൾക്ക് ചെയ്തിട്ടുള്ളത്. അതായത് അന്നൊക്കെ നമുക്ക് ദൂരദർശനിലൂടെ അല്ലാതെ യാമിനി കൃഷ്ണമൂർത്തിയുടെ നൃത്തം കാണാൻ പറ്റില്ല. പക്ഷേ അത് തിരുവനന്തപുരത്ത് സംഭവിച്ചു. അപ്പം നിരന്തരമായി വളരെ സ്റ്റേബിളായിട്ട് ടോപ്പ് റാങ്കിങ് മ്യൂസീഷ്യൻസും ഡാൻസേഴ്സും എല്ലാം വന്നിരുന്ന ഒരു ഓർഗനൈസേഷൻ സൂര്യയായിരുന്നു. അന്ന് നമ്മളൊക്കെ നേരത്തെ ടിക്കറ്റ് എടുത്ത് വയ്ക്കും. ഞാനൊക്കെ നൃത്തം ആണ് എൻ്റെ വഴിയിൽ നിന്ന് തീരുമാനിക്കുന്നത് തന്നെ സൂര്യയിലൂടെയാണ്. അന്ന് കണ്ട സംയുക്ത പാണിഗ്രാഹിയുടെ പെർഫോമൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിന്നസത്യം മാസ്റ്ററിൻ്റെ ഡ്രാമ കാണുമ്പോൾ അത് നമ്മളിൽ ഉണർത്തിയിരുന്ന ഒരു വികാരം, ഇതൊക്കെ ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ്. അത് ഇതുവരെയും തുടരുന്നു. പിന്നെ മുതിർന്ന ഞാനൊരു കലാകാരിയായ ശേഷം ആദ്യമായി ഞാൻ എൻ്റെ മോഹിനിയാട്ട കച്ചേരി അവതരിപ്പിക്കുന്നത് സൂര്യയിലൂടെയാണ്. അപ്പോൾ എന്താ പറയുന്ന ഒരു കുട്ടി വളർന്ന് അമ്മയെ കണ്ട് വളർന്ന കുട്ടി സ്വയം വളർന്ന് അമ്മയായി, ആ കുട്ടിക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്ന് പറഞ്ഞ പോലെ ഒരു തിരുവനന്തപുരം നിവാസികളുടെ ആക്ച്വലി വി ഓൺ ദിസ് കൾച്ചറൽ സ്റ്റേച്ചർ ദാൻ എനി അതർ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേച്ചർ തിരുവനന്തപുരത്തിനുണ്ടായത്, അതിൽ സൂര്യയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.